രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലോകം മുഴുവൻ ഗാഠനിദ്രയിലാണ്ട് കിടക്കുമ്പോൾ പ്രകൃതി ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ അവസാനമായി എപ്പോഴാണ് പുലർച്ചെ 4 മണിക്ക് അലാറത്തിന്റെ നിർബന്ധം കൊണ്ടല്ല, മറിച്ച് മനസ്സിന്റെ പൂർണ്ണമായ തെളിച്ചത്തോടെ ഉണർന്നിട്ടുള്ളത്? ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുൻപാകാം, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാകില്ല. മിക്കവാറും പേർക്കും രാവിലെ എന്നത് ഒരു യുദ്ധമാണ്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ തുടങ്ങുന്ന യുദ്ധം. സമയം വൈകിയോ എന്ന പേടി, ഓഫീസിലേക്കോ കോളേജിലേക്കോ ഓടാനുള്ള വെപ്രാളം, തീരാത്ത ജോലികളുടെ ചിന്തകൾ, ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ. ഇങ്ങനെ ബഹളമയമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ ഓരോ ദിവസവും കണ്ണു തുറക്കുന്നത്. എന്നാൽ ഈ ബഹളങ്ങൾക്കെല്ലാം മുൻപ്, സൂര്യൻ പോലും ഉണരുന്നതിനു മുൻപ് ഒരു അത്ഭുതകരമായ സമയമുണ്ട്. ഋഷീശ്വരന്മാർ അതിനെ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിച്ചു. സൃഷ്ടിയുടെ സമയം, ദൈവത്തിന്റെ സമയം. എന്നാൽ ഇതൊരു മതപരമായ വിശ്വാസം മാത്രമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെയും ശരീരത്തെയും പ്രപഞ്ചത്തെയും കൂട്ടിയിണയ്ക്കുന്ന ഏറ്റവും ശക്തമായ ശാസ്ത്രീയ മുഹൂർത്തമാണിത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ നിശബ്ദതയിലേക്കാണ്. രാവിലെ 4 മണിക്ക് മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നാൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ആ മാന്ത്രിക മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു കഥയല്ല, നിങ്ങളുടെ ജീവിതം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? അത് പണമല്ല, അത് സമയവുമല്ല, അത് ഊർജമാണ്. നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, എപ്പോഴും ക്ഷീണമാണ്, മനസ്സിനൊരു ഉന്മേഷവുമില്ല എന്ന്. ഇതിനെല്ലാം ഉത്തരം ഒരൊറ്റ ശീലത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയികളെ നോക്കൂ. വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത രാജാക്കന്മാർ മുതൽ ലോകം മാറ്റിയ ശാസ്ത്രജ്ഞന്മാർ വരെ, ഇന്നത്തെ കാലത്തെ വമ്പൻ കമ്പനികളുടെ സിഇഒമാർ വരെ, ഇവരെല്ലാവരും തമ്മിലൊരു പൊതുവായ ബന്ധമുണ്ട്. ഇവരാരും സൂര്യൻ ഉച്ചസ്ഥായിയിൽ എഴുന്നേൽക്കുന്നവരല്ല. ഇവർ ഉണരുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? വെറും നേരത്തെ എഴുന്നേൽക്കുക എന്നതാണോ? അല്ല. പുലർച്ചെ 3:30 മുതൽ 5:30 വരെയുള്ള സമയത്തെയാണ് നമ്മൾ സാങ്കേതികമായി ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. സൂര്യോദയത്തിന് കൃത്യം 1.5 മണിക്കൂർ മുൻപ് തുടങ്ങുന്ന സമയം. ഈ സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷം മാറും, വായുവിലെ ഓക്സിജന്റെ അളവ് കൂടും, ശബ്ദകോലാഹലങ്ങൾ പൂജ്യമായിരിക്കും, പ്രകൃതി നിശ്ചലമായിരിക്കും. പക്ഷെ ഏറ്റവും വലിയ മാറ്റം നടക്കുന്നത് പുറത്തല്ല, അത് നിങ്ങളുടെ അകത്താണ്, നിങ്ങളുടെ തലച്ചോറിനുള്ളിലാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. ഗാഠനിദ്രയിൽ നമ്മൾ അബോധാവസ്ഥയിലാണ്. എന്നാൽ രാവിലെ 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഉറക്കത്തിന്റെ ആഴം കുറഞ്ഞ് നമ്മൾ ഉണർവിനും ഉറക്കത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വരുന്നു. ഇതിനെയാണ് ശാസ്ത്രം ആൽഫ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ പകൽ സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ബീറ്റ ഫ്രീക്വൻസിയിലാണ്. അതായത് വളരെ വേഗത്തിൽ ചിന്തിക്കുന്ന, ഉത്കണ്ഠയും സമ്മർദ്ദവും നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ വെമ്പലുന്ന ഒരവസ്ഥ. ഒരു തിരക്കേറിയ കവലയിൽ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട അവസ്ഥ പോലെയാണത്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് സ്വാഭാവികമായും ആൽഫ തരംഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ ആൽഫ തരംഗങ്ങളുടെ ഗുണം? അത് ശാന്തമായ തടാകം പോലെയാണ്. അവിടെ ഓളങ്ങളില്ല, അടിത്തട്ട് വരെ തെളിഞ്ഞു കാണാം. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിന് അസാധാരണമായ ഏകാഗ്രതയും ക്രിയാത്മകതയും ഉണ്ടാകും. പകൽ സമയത്ത് 4 മണിക്കൂർ കൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് വെറും 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം വിവരങ്ങളെ തടസ്സപ്പെടുത്താൻ അപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ വേറെ ചിന്തകളില്ല. ക്ലീൻ സ്ലേറ്റ് പോലെ മനസ്സ് ശുദ്ധമായിരിക്കും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ലോകം മുഴുവൻ നിശബ്ദമായിരിക്കുന്ന ആ സമയം. വണ്ടികളുടെ ഹോൺ ശബ്ദമില്ല, അയൽപക്കത്തെ ബഹളമില്ല, ടിവിയുടെ ശബ്ദമില്ല. ആകെ കേൾക്കുന്നത് നിങ്ങളുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം. ഈ നിശബ്ദത വെറുമൊരു നിശബ്ദതയല്ല, അത് നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ്. പകൽ സമയത്ത് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ബോസിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി. എന്നാൽ രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ല. ബ്രഹ്മമുഹൂർത്തം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്രഹ്മത്തെ അറിയാനുള്ള സമയം, അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ സമയമെന്നാണ്. ഇവിടെ സൃഷ്ടാവെന്നത് ദൈവം മാത്രമല്ല, നിങ്ങളാണ് ആ സൃഷ്ടാവ്. നിങ്ങളുടെ വിധിയെ, നിങ്ങളുടെ ഭാവിയെ,
നിങ്ങളുടെ സ്വപ്നങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ അത്ഭുതകരമാണ്. രാത്രിയിൽ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന മെലട്ടോണിൻ എന്ന ഹോർമോണിന്റെ അളവ് പതുക്കെ കുറയുകയും നമ്മളെ ഊർജ്ജസ്വലരാക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ പതുക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സന്ധിയാണിത്. പ്രകൃതിയുടെ ഈ താളത്തിനൊത്ത് നമ്മൾ ഉണരുമ്പോൾ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുകയല്ല, മറിച്ച് ഒഴുക്കിനൊപ്പം നീങ്ങുകയാണ് ചെയ്യുന്നത്. പലരും പറയും, എനിക്ക് രാത്രി വൈകിയിരുന്ന് ജോലി ചെയ്യാനാണ് ഇഷ്ടം, അതാണ് എൻ്റെ ശീലം എന്ന്. എന്നാൽ രാത്രി വൈകിയിരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ റിസർവ് ബാറ്ററിയാണ്. പകൽ മുഴുവൻ പ്രവർത്തിച്ച് തളർന്ന തലച്ചോറിനെ നിങ്ങൾ വീണ്ടും നിർബന്ധിച്ച് പണിയെടുപ്പിക്കുകയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രഷായ, പൂർണ്ണമായി ചാർജ് ചെയ്ത ബാറ്ററിയാണ്. അപ്പോൾ ലഭിക്കുന്ന ഐഡിയകൾക്ക്, അപ്പോഴെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വല്ലാത്തൊരു തെളിച്ചമുണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ സമയത്തിന്റെ മഹത്വം. പക്ഷികൾ ഉണർന്ന് പാടാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം, പൂക്കൾ വിരിയാൻ തയ്യാറെടുക്കുന്ന സമയം, മരങ്ങളും ചെടികളും ഏറ്റവും കൂടുതൽ പ്രാണോർജ്ജം പുറത്തുവിടുന്ന സമയം. ഈ സമയത്തെ വായുവിനു പോലും ഒരു പ്രത്യേകതയുണ്ട്. ഓസോൺ പാളിയിലൂടെ കടന്നുവരുന്ന ശുദ്ധമായ, മലിനമാക്കപ്പെടാത്ത വായു. ഇത് ശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂടുന്നു. ഇത് നേരെ ചെന്ന് ഉത്തേജിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെയാണ്. ഉറക്കച്ചടവില്ലാതെ, കാപ്പി കുടിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉന്മേഷം തോന്നാൻ തുടങ്ങും. പണ്ട് ഗുരുകുലങ്ങളിൽ വിദ്യാർത്ഥികളെ ഈ സമയത്ത് എഴുന്നേൽപ്പിക്കുമായിരുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും ഹൃദിസ്ഥമാക്കാൻ ഇതിലും മികച്ച സമയമില്ല എന്നവർക്കറിയാമായിരുന്നു. ഇന്ന് ആധുനിക ന്യൂറോ സയൻസ് അക്കാര്യം ശരിവയ്ക്കുന്നു. നമ്മുടെ തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം, അതായത് ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഭാഗം, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നല്ലൊരു ഉറക്കത്തിനു ശേഷം നമ്മൾ ശാന്തമായി ഉണരുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാം. ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നത് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അലാമടിച്ചാൽ ഞാൻ ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങും. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ലോകത്ത് 90% ആളുകളും ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്? അത് വെറും മടികൊണ്ടാണോ? അല്ല, നമ്മുടെ ശരീരം, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ രാത്രി വൈകി ഉറങ്ങുന്നു, സ്ക്രീനുകളിൽ നോക്കി സമയം കളയുന്നു. അങ്ങനെ നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിൾ തെറ്റിക്കുന്നു. ബ്രഹ്മമുഹൂർത്തമെന്നത് വെറുതെ ഒരു ദിവസം എഴുന്നേൽക്കാനുള്ള ശ്രമമല്ല. അതൊരു ജീവിത ശൈലിയാണ്. അതൊരു തപസ്സാണ്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അത് നരകമായിരിക്കും. തലവേദന വരും, ക്ഷീണം തോന്നും, പകൽ മുഴുവൻ ഉറക്കം തൂങ്ങും. പക്ഷേ ആ ഘട്ടമൊന്ന് കടന്നുകിട്ടിയാൽ പിന്നെ സംഭവിക്കുന്നത് മാജിക്കാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ ദിവസം 2 മണിക്കൂർ അധികം ലഭിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കിയാൽ, ഒരാഴ്ചയിൽ 14 മണിക്കൂർ, ഒരു മാസത്തിൽ 60 മണിക്കൂർ, ഒരു വർഷത്തിൽ 730 മണിക്കൂർ. അതായത് ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഒരു മാസം അധികമായി നിങ്ങൾക്ക് ഓരോ വർഷവും ലഭിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഈ അധിക സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? വായിക്കാൻ ബാക്കിവെച്ച പുസ്തകങ്ങൾ, പഠിക്കാൻ ആഗ്രഹിച്ച പുതിയൊരു ഭാഷ, വ്യായാമം, ധ്യാനം, അങ്ങനെ എന്തും. മറ്റുള്ളവർ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയായിരിക്കും. ആ ഒരു തോന്നൽ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഞാൻ ലോകത്തേക്കാൾ ഒരു പടി മുന്നിലാണ് എന്ന തോന്നൽ. അത് നിങ്ങളുടെ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും എല്ലാം പ്രതിഫലിക്കും. നമ്മുടെ തലച്ചോറിൽ 2 അർദ്ധഗോളങ്ങളുണ്ട്. ഇടതുഭാഗം യുക്തിയെയും കണക്കുകളെയും നിയന്ത്രിക്കുന്നു. വലതുഭാഗം വികാരങ്ങളെയും ക്രിയാത്മകതയെയും കലയെയും നിയന്ത്രിക്കുന്നു. സാധാരണ സമയങ്ങളിൽ ഇവ രണ്ടും തമ്മിലൊരു സംഘർഷം നടക്കാറുണ്ട്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ 2 അർദ്ധഗോളങ്ങളും തമ്മിലൊരു സമന്വയം നടക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്തെഴുതുന്ന കവിതകൾ മനോഹരമാകുന്നത്. ഈ സമയത്ത് കണ്ടെത്തുന്ന ശാസ്ത്ര സത്യങ്ങൾ ലോകം മാറ്റുന്നത്. ഈ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഫലിക്കുന്നത്. നിങ്ങളൊരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു കച്ചവടക്കാരനാകട്ടെ, ഒരു കലാകാരനാകട്ടെ, നിങ്ങളുടെ മേഖല ഏതുമായിക്കൂടട്ടെ, ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് നൽകുന്നത് എഡ്ജ് ആണ്, മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേക സിദ്ധി. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം എന്ന കൺഫ്യൂഷൻ.
ഈ കൺഫ്യൂഷൻ മാറാൻ വേണ്ടത് നിശബ്ദതയാണ്. കലങ്ങിയ വെള്ളത്തിൽ മുഖം നോക്കാൻ കഴിയില്ല. വെള്ളം തെളിയണം. ബ്രഹ്മമുഹൂർത്തം നിങ്ങളുടെ മനസ്സാകുന്ന വെള്ളത്തെ തെളിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണാം, നിങ്ങളുടെ ലക്ഷ്യം കാണാം. ആ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വികാരങ്ങളുടെ പുറത്താവില്ല, മറിച്ച് വ്യക്തമായ ബോധത്തിന്റെ പുറത്തായിരിക്കും. അതുകൊണ്ടാണ് ആ തീരുമാനങ്ങൾ ഒരിക്കലും പിഴയ്ക്കാത്തത്. പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യ ഭാഷയുണ്ട്. അത് നിശബ്ദതയാണ്. ആ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും നിശബ്ദരാകണം. അതിനുള്ള വേദിയാണ് പുലർച്ചെ 4 മണി. ഈ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ പീനിയൽ ഗ്ലാൻഡ് എന്ന ഗ്രന്ഥിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നെറ്റിയുടെ നേരെ പുറകിലായി തലച്ചോറിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പയറുമണിയോളം മാത്രം വലിപ്പമുള്ള ഒരു ഗ്രന്ഥി. ഇതിനെയാണ് യോഗശാസ്ത്രം 3-ാം കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്നത് ഇവനാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ധ്യാനിക്കുകയോ ഏകാഗ്രമായിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇത് DMT പോലുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കാത്തൊരു ഉൾക്കാഴ്ചയും അതീന്ദ്രിയമായ അനുഭവങ്ങളും നൽകാൻ സഹായിക്കും. വെറും ഭൗതികമായ ലോകത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ, കാണാത്ത കാര്യങ്ങളെ കാണാൻ, കേൾക്കാത്ത കാര്യങ്ങളെ കേൾക്കാൻ ഈ സമയം നമ്മളെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്തെ അമൃതവേള എന്ന് വിളിക്കുന്നത്. മരണമില്ലാത്ത അനശ്വരമായ അറിവ് ലഭിക്കുന്ന സമയം. പക്ഷേ ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ ആ പുതപ്പിന്റെ സുഖം ഉപേക്ഷിക്കണം. ആ അലാറമടിക്കുമ്പോൾ മനസ്സ് പറയുന്ന ന്യായങ്ങളെ തോൽപ്പിക്കണം. 5 മിനിറ്റ് കൂടി എന്ന ആ ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആ 5 മിനിറ്റ് മതി ഈ പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നത് വെറുമൊരു ശാരീരിക പ്രക്രിയയല്ല, അതൊരു മാനസിക വിജയമാണ്. ഓരോ ദിവസവും നിങ്ങൾ തുടങ്ങുന്നത് ഒരു വിജയത്തോടെയായിരിക്കും. കിടക്കയോട് പൊരുതി ജയിച്ചവന്റെ വിജയം. ആ വിജയം നൽകുന്ന ഊർജം മതി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആവേശത്തോടെയിരിക്കാൻ. ഈ മാറ്റം കേവലം വരികളിലൂടെ മാത്രം മനസ്സിലാക്കേണ്ട ഒന്നല്ല, ഇതനുഭവിച്ചു തന്നെ അറിയണം. നാളെ പുലർച്ചെ ആ തണുത്ത കാറ്റും നക്ഷത്രങ്ങൾ മായാത്ത ആകാശവും പക്ഷികളുടെ ആദ്യത്തെ ചിലപ്പും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ വിരുന്നിലേക്ക് പ്രകൃതി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നാൽ മാത്രം പോരാ, ആ സമയം എങ്ങനെ വിനിയോഗിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ആ സമയത്ത് തലച്ചോറിന് കൊടുക്കുന്ന ഓരോ നിർദ്ദേശവും എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. രാവിലെ 4 മണിക്ക് അലാറം അടിച്ചതും നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റു, കിടക്കയിൽ നിന്നിറങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് മിക്കവർക്കും പിഴയ്ക്കുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ നമ്മുടെ കൈകൾ അറിയാതെ പോകുന്നത് തലയിണയ്ക്കടിയിൽ വെച്ചിരിക്കുന്ന സ്മാർട്ട് ഫോണിലേക്കാണെങ്കിൽ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ആ ദിവസത്തെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശാന്തമായ നിർമ്മലമായൊരു തടാകത്തിലേക്ക് ഒരു ലോറി നിറയെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതുപോലെയാണത്. ലോകത്തിന്റെ മുഴുവൻ വേവലാതികളും മറ്റുള്ളവരുടെ പൊങ്ങച്ചങ്ങളും അനാവശ്യമായ വാർത്തകളും ആ കുഞ്ഞു കാച്ചിലൂടെ നിങ്ങളുടെ ശാന്തമായ തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്നു. ആൽഫ സ്റ്റേറ്റിൽ നിൽക്കുന്ന, അതായത് എന്തു വിത്തുപാനിയാലും 100 മേനി വിളവ് തരുന്ന നിങ്ങളുടെ മനസ്സാകുന്ന ഫലഭൂയിഷ്ടമായ മണ്ണിലേക്കാണ് നിങ്ങൾ ഈ വിഷവിത്തുകൾ വാരിയെറിയുന്നത്. അതിനാൽ ബ്രഹ്മമുഹൂർത്തത്തിലെ ആദ്യത്തെ നിയമം, അല്ലെങ്കിൽ ഒരേ ഒരു നിബന്ധന ഇതാണ്: പുറം ലോകത്തെ നിങ്ങളുടെ മുറിയിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക. ആ സമയം നിങ്ങളും പ്രപഞ്ചവും മാത്രമായിരിക്കണം. കിടക്ക വിട്ടാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഉണർത്തുകയാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. മണിക്കൂറുകളോളം വിശ്രമത്തിലായിരുന്ന നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അമൃതാണ് ആ വെള്ളം. അത് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ശരീരത്തോട് പറയുന്നു, നമ്മൾ തയ്യാറാണ്, പുതിയൊരു ദിവസം തുടങ്ങുകയാണ് എന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടക്കാം. ഈ സമയത്ത് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, അതായത് സബ്കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ കതിയും.
നമ്മുടെ മനസ്സിനെ ഒരു മഞ്ഞുപലകയോട് ഉപമിക്കാം. പകൽ സമയത്ത് ആ മഞ്ഞുപലക കട്ടിയായിരിക്കും. അതിലെന്തെങ്കിലും എഴുതിച്ചേർക്കാൻ പ്രയാസമാണ്. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ അത് ഉരുകിയ മെഴുകുപോലെ മൃദുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തു വേണമെങ്കിലും എഴുതാം. ഞാൻ ശക്തനാണ്, ഞാൻ വിജയിയാണ്, ഞാൻ ആരോഗ്യവാനാണ് എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ഈ സമയത്ത് മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും. ഇവിടെയാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന മാന്ത്രിക വിദ്യയുടെ പ്രസക്തി. കണ്ണടച്ച് നിശബ്ദമായിരുന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് സങ്കൽപ്പിക്കുക. വെറുതെ ചിന്തിക്കുകയല്ല, മറിച്ച് അത് അനുഭവിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടിയതായി, ആഗ്രഹിച്ച വീട് വെച്ചതായി, പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതായി മനസ്സുകൊണ്ട് കാണുക. ആ സമയത്തുണ്ടാകുന്ന സന്തോഷം, ആവേശം അതിപ്പോഴേ അനുഭവിക്കുക. ശാസ്ത്രം പറയുന്നത് നമ്മുടെ തലച്ചോറിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ തലച്ചോറ് വിശ്വസിക്കുന്നത് ഇത് സത്യമാണെന്നാണ്. അതാ ലക്ഷ്യത്തിലേക്കെത്താനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുതരും. വലിയ കായിക താരങ്ങളൊക്കെ മത്സരത്തിനു മുൻപ് തങ്ങൾ വിജയിക്കുന്നതായി 1000 തവണ മനസ്സിൽ കാണാറുണ്ട് എന്ന് കേട്ടിട്ടില്ലേ? അത് വെറുമൊരു തോന്നലല്ല, അത് തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യലാണ്. ആ പ്രോഗ്രാമിങ്ങിന് ഏറ്റവും പറ്റിയ സമയമാണ് നമ്മൾ ഈ പറയുന്ന പുലർച്ച. ധ്യാനത്തിന്റെ കാര്യവും മറിച്ചല്ല. പലർക്കും ധ്യാനമെന്നാൽ ബോറടിപ്പിക്കുന്ന, സന്യാസിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ലളിതമായി പറഞ്ഞാൽ മനസ്സിന്റെ ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്ന പരിപാടിയാണത്. രാവിലെ 4 മണിക്ക് ചുറ്റുമുള്ള പ്രകൃതി തന്നെ ഒരു ധ്യാനാവസ്ഥയിലാണ്. ആ നിശബ്ദതയിൽ വെറുതെയൊന്ന് കണ്ണടച്ചിരുന്ന് സ്വന്തം ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചിന്തകൾ വരും, പോകും. അവയെ തടയാൻ ശ്രമിക്കരുത്. ആകാശത്ത് മേഘങ്ങൾ നീങ്ങുന്നതുപോലെ ചിന്തകളെ നോക്കിക്കാണുക. കുറച്ചു സമയം കഴിയുമ്പോൾ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെ ശൂന്യമാകും. ആ ശൂന്യതയിൽ നിന്നാണ് വലിയ ആശയങ്ങൾ ജനിക്കുന്നത്. ലോകം കണ്ട വലിയ കണ്ടുപിടുത്തങ്ങൾ പലതും ഉദയം ചെയ്തത് ലബോറട്ടറികളിലല്ല, മറിച്ച് ശാന്തമായ പ്രഭാതങ്ങളിലെ ഏകാന്തതയിലാണ്. ന്യൂട്ടനും ഐൻസ്റ്റീനും ടെസ്ലയൊക്കെ ഈ നിശബ്ദതയുടെ ശക്തി അറിഞ്ഞവരായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്ന തീറ്റാ തരംഗങ്ങൾ പ്രശ്നപരിഹാരത്തിനും ഉൾക്കാഴ്ചകൾക്കും വഴിയൊരുക്കുന്നു. പകൽ മുഴുവൻ തലപുകച്ചിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ ഈ സമയത്ത് ഒരു മിന്നൽ പിണറുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരും. ഇനി പഠിക്കുന്ന കുട്ടികൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിലും വലിയ ഒരവസരമില്ല. ബ്രഹ്മമുഹൂർത്തത്തെ സരസ്വതീയാമം എന്നും വിളിക്കാറുണ്ട്. വിദ്യയുടെ ദേവത ഉണരുന്ന സമയം. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ സ്റ്റേറ്റിൽ തലച്ചോറിന്റെ ഗ്രഹണശക്തി അതിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കും. ഉണങ്ങിയ സ്പോഞ്ചിലേക്ക് വെള്ളമൊഴിക്കുന്നതുപോലെയാണ് ഈ സമയത്ത് അറിവ് തലച്ചോറിൽ കയറുന്നത്. പകൽ സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ വിവരങ്ങൾ നമ്മുടെ ഹ്രസ്വകാല ഓർമ്മയിലേക്കാണ് പോകുന്നത്. അത് പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിരാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ നേരെ ദീർഘകാല ഓർമ്മയിലേക്ക് പതിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് രാവിലെ ഇരുന്ന് പഠിച്ചാൽ മറക്കില്ല എന്ന്. അത് വെറും പഴഞ്ചൊല്ലല്ല, പക്കാ ന്യൂറോ സയൻസാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള വിഷയം പഠിക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കുക. മറ്റുള്ളവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നിങ്ങൾ ആ ദിവസത്തെ ഏറ്റവും വലിയ കടമ്പ കടന്നിട്ടുണ്ടാകും. ശരീരത്തിന്റെ കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. ഉറക്കത്തിൽ മരവിച്ചുപോയ പേശികളെ ഒന്നുണർത്താൻ ചെറിയ വ്യായാമങ്ങളാകാം. വലിയ ഭാരമെടുത്തുള്ള ജിം വർക്കൗട്ടുകൾ തന്നെ വേണമെന്നില്ല. ലളിതമായ യോഗയോ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ സൂര്യനമസ്കാരമോ മതിയാകും. ഇത് ശരീരത്തിലെ പ്രാണോർജത്തെ, അതായത് ലൈഫ് ഫോഴ്സ് എനർജിയെ ഉത്തേജിപ്പിക്കും. നട്ടെല്ല് നിവർത്തി നെഞ്ചു വിരിച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഞാൻ തയ്യാറാണ് എന്നാണ്. നിങ്ങളുടെ ശാരീരിക ഭാഷ, ബോഡി ലാംഗ്വേജ് മനസ്സിനെ സ്വാധീനിക്കും. നിവർന്നു നിൽക്കുന്ന ഒരാൾക്ക് വിഷാദിച്ചിരിക്കാൻ കഴിയില്ല. ബ്രഹ്മമുഹൂർത്തത്തിലെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന 5 മിനിറ്റ് വ്യായാമം വൈകുന്നേരം ചെയ്യുന്ന 1 മണിക്കൂർ വ്യായാമത്തിന് തുല്യമാണ്. കാരണം ആ വായുവിൽ അത്രയധികം പ്രാണശക്തിയുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴേക്കും സമയം ഏകദേശം 6 മണിയാകും. സൂര്യൻ ഉദിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും നിങ്ങൾ മാനസികമായും ശാരീരികമായും ആത്മീയമായും ആ ദിവസത്തെ നേരിടാൻ സജ്ജമായി കഴിഞ്ഞു.
ഭൂരിഭാഗം ആളുകളും അലാംസ് ന്യൂസ് ചെയ്ത് വൈകി എഴുന്നേറ്റ് തിരക്ക് പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ടെൻഷൻ അടിച്ചോടുമ്പോൾ നിങ്ങൾ ശാന്തനായി പുഞ്ചിരിയോടെ എല്ലാം പ്ലാൻ ചെയ്ത് ഒരു രാജാവിനെപ്പോലെ ദിവസം തുടങ്ങുന്നു. ഈയൊരു മാറ്റം, ഈയൊരു മുൻതൂക്കം, അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണെന്ന് ഊഹിക്കാൻ കഴിയുമോ? നിങ്ങൾ ദിവസത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു, ദിവസം നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം. പ്രോആക്റ്റീവ് ആകുക എന്നതാണ് വിജയത്തിന്റെ ആദ്യത്തെ പാഠം. പ്രതികരിക്കുന്നവർ എപ്പോഴും പിറകിലായിരിക്കും. ബ്രഹ്മമുഹൂർത്തം നിങ്ങളെ പ്രോആക്റ്റീവ് ആക്കുന്നു. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ തോന്നാം ഇത് ശരിയാക്കാൻ വലിയ പാടാണ് എന്ന്. അതെ, പാടാണ്. പഴയ ശീലങ്ങളെ വർഷങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന തലച്ചോറിൽ ഉറച്ചുപോയ ന്യൂറൽ പാത്വേകളെ പൊളിച്ചെഴുതുക എന്നത് എളുപ്പമല്ല. നമ്മുടെ തലച്ചോറിന് മാറ്റങ്ങളെ ഇഷ്ടമല്ല. അതെപ്പോഴും കംഫർട്ട് സോൺ തേടിക്കൊണ്ടിരിക്കും. സുരക്ഷിതമായി പരിചിതമായ വഴികളിലൂടെ പോകാനാണ് അതിനിഷ്ടം. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് വേണ്ട, നാളെയാകാം, ഇന്നലെ വൈകിയല്ലേ കിടന്നത്, കുറച്ചുകൂടി ഉറങ്ങൂ എന്നൊക്കെ മനസ്സ് ന്യായങ്ങൾ നിരത്തുന്നത്. ആ ശബ്ദത്തെ തിരിച്ചറിയുക. അത് നിങ്ങളല്ല, അത് നിങ്ങളുടെ മടിയാണ്, നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ വീഴാതിരിക്കുക എന്നതാണ് ആദ്യത്തെ വിജയം. ഓർക്കുക, കംഫർട്ട് സോണിൽ കൊണ്ട് ചരിത്രത്തിൽ ഇന്നുവരെ ആരും ഒന്നും നേടിയിട്ടില്ല. വളർച്ച സംഭവിക്കുന്നത് എപ്പോഴും കംഫർട്ട് സോണിന് പുറത്താണ്. ആ പുതപ്പിന്റെ ചൂടുവിട്ട് തണുപ്പിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ആ നിമിഷം, അവിടെയാണ് നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നത് ഉറക്കം കുറയ്ക്കാനുള്ള പരിപാടിയല്ല. മതിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ ക്ഷീണിതനായിരിക്കും, കാര്യക്ഷമത കുറയും. അതിനാൽ ഈ ശീലം തുടങ്ങേണ്ടത് രാവിലെ 4 മണിക്കല്ല, മറിച്ച് തലേദിവസം രാത്രി 9 മണിക്കാണ്. നേരത്തെ കിടക്കുക എന്നത് നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് എന്ന പഴയ ചൊല്ല് വെറുതെയുണ്ടായതല്ല. രാത്രി 10 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ റിപ്പയർ ചെയ്യപ്പെടുന്ന സമയം. ആ സമയത്തുറങ്ങിയില്ലെങ്കിൽ ശരീരം വേഗത്തിൽ പ്രായമാകും, രോഗങ്ങൾ വരും. അതിനാൽ ബ്രഹ്മമുഹൂർത്തത്തെ സ്നേഹിക്കുന്നവർ രാത്രി വൈകിയ പാർട്ടികളും അനാവശ്യമായ ഫോൺ ഉപയോഗവും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതൊരു ത്യാഗമല്ല, മറിച്ച് വലിയൊരു നേട്ടത്തിനു വേണ്ടി നൽകുന്ന ചെറിയൊരു വില മാത്രമാണ്. ഈ ശീലം ഒരു 21 ദിവസമെങ്കിലും തുടർച്ചയായി ചെയ്യാൻ സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അലാമിൻ്റെ ആവശ്യം വരില്ല. നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് താനേ സെറ്റാകും. 4 മണിയാകുമ്പോൾ ആരോ തട്ടി വിളിച്ചതുപോലെ നിങ്ങൾ ഉണരും. ആ ഉണർവ് നൽകുന്ന ഫ്രഷ്നെസ് അതനുഭവിച്ചു തന്നെ അറിയണം. പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്താൽ ശരിക്കും ജീവിതം മാറുമോ എന്ന്. ജീവിതം മാറുന്നത് മാജിക് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശീലങ്ങൾ മാറുന്നതുകൊണ്ടാണ്. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ മാറ്റങ്ങൾ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ വലിയൊരു ഫലമായി, കോമ്പൗണ്ട് ഇഫക്റ്റായി തിരിച്ചുവരും. ഒരു വിമാനം അതിൻ്റെ യാത്രയുടെ തുടക്കത്തിൽ ഒരൽപ്പം ഡിഗ്രി മാറി സഞ്ചരിച്ചാൽ മണിക്കൂറുകൾക്ക് ശേഷം അത് എത്തിച്ചേരുന്നത് തികർത്തും വ്യത്യസ്തമായൊരു സ്ഥലത്തായിരിക്കും. അതുപോലെയാണ് ബ്രഹ്മമുഹൂർത്തവും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ വിജയത്തിൻ്റെ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. ഇനി ഇതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ആത്മീയവും ശാസ്ത്രീയവുമായൊരു തലത്തിലേക്ക് കൂടി നമുക്ക് പോകാനുണ്ട്. വെറും വിജയത്തിനും ആരോഗ്യത്തിനുമപ്പുറം ബ്രഹ്മമുഹൂർത്തം എങ്ങനെയാണ് നമ്മുടെ DNA തലത്തിൽ പോലും മാറ്റങ്ങളുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ ഋഷീശ്വരന്മാർ മോക്ഷത്തിലേക്കുള്ള വാതിൽ എന്ന് വിളിച്ചത്? ഈ രഹസ്യങ്ങൾ കൂടി അറിഞ്ഞാലേ നമ്മുടെ അറിവ് പൂർണ്ണമാകൂ. ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ ശാഖയായ എപ്പിജെനറ്റിക്സ് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും പരിസ്ഥിതിക്കും നമ്മുടെ ജീനുകളെപ്പോലും മാറ്റാൻ കഴിവുണ്ട് എന്നാണ്. ഇത് നിസ്സാരമായൊരറിവല്ല. നമ്മൾ സ്ഥിരമായി സമ്മർദ്ദത്തിലും ബഹളത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സർവൈവൽ മോഡിലേക്ക് മാറുന്നു. അതായത് എപ്പോഴും ഭയന്ന് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതുപോലെ. ഇത് നമ്മുടെ ആയുസ് കുറയ്ക്കുകയും രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിലെ ആഴമേറിയ നിശബ്ദതയിൽ, ഭയമില്ലാത്ത ആ അന്തരീക്ഷത്തിൽ നമ്മുടെ കോശങ്ങൾ ഗ്രോത്ത് മോഡിലേക്ക് മാറുന്നു. കേടായ കോശങ്ങൾ സ്വയം നന്നാകാനും പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനും തുടങ്ങുന്നു. ഋഷീശ്വരന്മാർ പറഞ്ഞത് ശരിയാണ്. ഈ സമയം അമൃതമാണ്. അത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ പാരമ്പര്യത്തെപ്പോലും ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ ഈ സമയത്തനുഭവിക്കുന്ന സമാധാനം നിങ്ങളുടെ DNA-യിൽ മാറ്റങ്ങൾ വരുത്തുകയും അത് വരും തലമുറകളിലേക്ക് കൈമാറപ്പെടുകയും ചെയ്യുന്നു.
ചുരുക്കത്തിൽ, നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകളെ കൂടിയാണ്. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. കടലിലെ തിരമാലകൾ ചന്ദ്രനെ അനുസരിക്കുന്നതുപോലെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും സൂര്യനെയും പ്രകൃതിയുടെ താളത്തെയും അനുസരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് ഈ താളം തെറ്റിച്ചത്. എപ്പോഴാണോ നമ്മൾ ഈ പ്രകൃതിയുടെ താളത്തിലേക്ക് തിരികെ വരുന്നത്, അപ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയുമായി കണക്ട് ചെയ്യപ്പെടുന്നു. പഴയ റേഡിയോകളിൽ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് ഓർമ്മയില്ലേ? ഫ്രീക്വൻസി കൃത്യമാകുമ്പോൾ പാട്ട് വ്യക്തമായി കേൾക്കാം, അല്ലെങ്കിൽ വെറും കരച്ചിൽ മാത്രമേ കേൾക്കൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നത് പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയങ്ങളും തോന്നലുകളും അവസരങ്ങളും വെറും യാദൃശ്ചികമല്ല, അത് പ്രപഞ്ചം നിങ്ങൾക്കു നൽകുന്ന സമ്മാനങ്ങളാണ്. ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തിച്ചേരുക എന്ന് നമ്മൾ പറയാറില്ലേ? ആ ശരിയായ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഈ ശീലത്തിന് കഴിയും. പക്ഷേ ഈ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏകാന്തതയാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ആരുമുണ്ടാകില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉറക്കത്തിലായിരിക്കും, കുടുംബം ഉറക്കത്തിലായിരിക്കും, ലോകം മുഴുവൻ ഉറക്കത്തിലായിരിക്കും. ആ സമയം നിങ്ങൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയേക്കാം. ഞാൻ എന്തിനാണിത്ര കഷ്ടപ്പെടുന്നത്, എല്ലാവരെയും പോലെ സുഖമായി ഉറങ്ങിയാൽ പോരെ എന്ന ചോദ്യം മനസ്സിനെ വേട്ടയാടാം. എന്നാൽ ഓർക്കുക, ലോകത്തുന്നതങ്ങളിലെത്തിയവരെല്ലാവരും ഈ ഏകാന്തത അനുഭവിച്ചവരാണ്. കഴുകന്മാർ ഒറ്റയ്ക്കാണ് പറക്കുന്നത്, പ്രാവുകളാണ് കൂട്ടമായി പറക്കുന്നത്. നിങ്ങൾക്ക് ആകാശത്തിന്റെ ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ ഒറ്റയ്ക്കു പറക്കാൻ പഠിക്കണം. ആ ഏകാന്തതയെ ഭയപ്പെടാതെ അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ആ ഏകാന്തതയിലാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നത്. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ നായകനെ നിങ്ങൾ തിരിച്ചറിയും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. ശരാശരി ഒരു മനുഷ്യൻ 70-80 വർഷം ജീവിക്കുന്നു. അതിൽ 1/3 ഭാഗം സമയം നമ്മൾ ഉറക്കിത്തീർക്കുകയാണ്. ബാക്കി സമയത്തിന്റെ പകുതിയും നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നു. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്ന ഖേദം മാത്രമേ ബാക്കിയുണ്ടാകൂ. എന്നാൽ ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് അധിക സമയം നൽകുന്നു. അത് വെറും സമയമല്ല, അത് ജീവിതം തന്നെയാണ്. ഓരോ ദിവസവും 2 മണിക്കൂർ അധികം ലഭിക്കുമ്പോൾ, വർഷങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ 10-20 വർഷം കൂടുതൽ ജീവിച്ചതിന് തുല്യമാകും. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാതിരിക്കാൻ കിട്ടാവുന്ന സമയം ഇപ്പോൾ തന്നെ ഉപയോഗിക്കുക. നാളെ രാവിലെ ആ അലാറം മുഴങ്ങുമ്പോൾ അത് വെറുമൊരു ശബ്ദമായി കാണരുത്. അത് നിങ്ങളുടെ വിധിയുടെ വിളിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വാതിലിൽ മുട്ടുന്ന ശബ്ദമാണത്. ആ നിമിഷം നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളുണ്ട്. 1. അലാറം ഓഫ് ചെയ്ത് പുതപ്പിനുള്ളിലെ ചൂടിലേക്ക് മടങ്ങി അതേ പഴയ സ്വപ്നങ്ങൾ കണ്ടുറങ്ങാം. 2. ആ അലാറം ഓഫ് ചെയ്ത് തണുപ്പിലേക്കിറങ്ങി കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പൊരുതാം. ഈ 2 തീരുമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് വിജയം എന്നു പറയുന്നത്. കിടക്കയിൽ കിടക്കുന്നവൻ സ്വപ്നം കാണുന്നു, എഴുന്നേൽക്കുന്നവൻ സ്വപ്നം ജീവിക്കുന്നു. നിങ്ങൾ ഏതു വിഭാഗത്തിലാണ് പെടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആദ്യത്തെ ദിവസം കഠിനമായിരിക്കും. 2ാമത്തെ ദിവസം അതിലും കഠിനമായിരിക്കും. ശരീരം വേദനിക്കും, മനസ്സ് മടിക്കും. പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. വജ്രം രൂപപ്പെടുന്നത് കൽക്കരിയിൽ നിന്നാണ്, കഠിനമായ സമ്മർദ്ദത്തിലൂടെയാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒരു വജ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നോർക്കുക. ഓരോ പ്രാവശ്യവും നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സ്വന്തം മനസ്സിനെ കീഴടക്കുകയാണ്. സ്വന്തം മനസ്സിനെ കീഴടക്കിയവന് ലോകത്തെ കീഴടക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ മടിയാണ്. അതിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. സൂര്യൻ ഉദിക്കാൻ പോകുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ വെളിച്ചത്തിന്റെ ആദ്യ കിരണങ്ങൾ വീശാൻ തുടങ്ങുന്നു. ഇരുട്ടുമാറി വെളിച്ചം വരുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ അജ്ഞത മാറി അറിവിന്റെ വെളിച്ചം വരാൻ പോകുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ നിമിഷം ലോകത്തിന്റെ പല കോണുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി ഉണർന്നിരിപ്പുണ്ട്. നിങ്ങളും ആ വലിയ സംഘത്തിന്റെ ഭാഗമാവുകയാണ്. ആലോചിച്ചു നോക്കൂ, 1 വർഷത്തിനു ശേഷം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെല്ലാം സംഭവിച്ച് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയുക ഈ നിമിഷത്തിനോടായിരിക്കും.
എഴുന്നേൽക്കാൻ തീരുമാനിച്ച ആ പുലർച്ചയോടായിരിക്കും. അതുകൊണ്ട് സുഹൃത്തേ, ഉണരൂ. ഉറക്കത്തിൽ നിന്ന് മാത്രമല്ല, അലസതയിൽ നിന്നും, നിരാശയിൽ നിന്നും, സാധാരണത്വത്തിൽ നിന്നും ഉണരൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹത്തെ ഉണർത്തൂ. ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ വെളിച്ചത്തെ ലോകത്തിന് ആവശ്യമുണ്ട്. ഇനിയുള്ള ഓരോ പ്രഭാതവും ഓരോ അവസരമാണ്. അത് പാഴാക്കരുത്. നാളെയല്ല, ഇന്ന്. പിന്നീട് എന്നൊന്നില്ല, ഇപ്പോൾ മാത്രം. ഈ അറിവ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കമിടാൻ ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. നമ്മളെപ്പോലെ ജീവിതത്തിൽ വഴിതെളിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട്. അവർക്കിതൊരു വെളിച്ചമാകട്ടെ. നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുകയേയുള്ളൂ. ഇതേപോലെയുള്ള മനസ്സിനെയും ജീവിതത്തെയും മാറ്റിമറിക്കുന്ന അറിവുകൾക്കും കഥകൾക്കും പ്രചോദനങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൽ അംഗമാകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഓരോ പുതിയ യാത്രയിലും നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ബ്രഹ്മമുഹൂർത്തത്തിലെ നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമന്റുകളിൽ അറിയിക്കുക. അത് മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമാകും. അടുത്ത തവണ മറ്റൊരു ശക്തമായ വിഷയവുമായി, പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്വപ്നങ്ങൾക്കു വേണ്ടി ഉണർന്നിരിക്കുക, വിജയത്തിലേക്ക് നടന്നെടുക്കുക. നന്ദി.